ചാർജൊക്കെ ഫുള്ളായി. ഇനി ചെന്ന് അവിടെ ഇരിക്കുക. ഇനി ഒരു ഇതിൻ്റെ ലെവലും കൂടി നോക്കാണ്ട് ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട്. റൗണ്ടൊക്കെ അടിച്ച് നേരത്തെ കഴിഞ്ഞ് ഫോൺ ചാർജ് ചെയ്തിട്ടിരുന്നപ്പോൾ ഇനി പോയി അവിടെ കുറച്ച് നേരം ഇരിക്കുക. എത്ര വേറെ പരിപാടി അവിടെ ഇരുന്നതായിക്കൊണ്ടിരിക്കുക. അയ്യോ, 10 മണിക്കുള്ള ഫുഡ് കഴിച്ച് ഇതിനിടയിൽ കൊണ്ടുപോയി ഫോണും ചാർജ് ചെയ്തിട്ട് കഴിച്ചതിന് ശേഷം ഫോൺ ചാർജ് ചെയ്തിട്ട് റൗണ്ട് അടിച്ചിട്ട് വന്ന് ഫോണെടുത്ത് വീണ്ടും അവിടെ പോകണം. അതാണ് പ്ലാൻ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി ഫോൺ ചാർജ് ചെയ്യണം. പിന്നെ എവിടെയും പോകണം. ഫോൺ ചാർജിലിട്ടിട്ട് അവിടെ പോയി കമ്പ്യൂട്ടറൊക്കെ ചെക്ക് ചെയ്ത് ഇരിക്കും. എന്നിട്ട് ഒരു എൻ്റെ അറിവിൽ അരമണിക്കൂർ ഫോൺ ഫുൾ ചാർജ്. അരമണിക്കൂർ, ഒരു മണിക്കൂറൊന്നും വേണ്ട, 45 മിനിറ്റ്, 15 മിനിറ്റ് കൊണ്ടും ഫുൾ ചാർജ് ആകും ചില സമയത്ത്. ഫോണും കൊണ്ട് ചാർജ് ഇടുക, വെള്ളവും കുടിക്കുക, ഹെൽമെറ്റും വയ്ക്കുക, പോവുക. ഏകദേശം എല്ലാം കംപ്ലീറ്റ് ചെയ്തു. റൗണ്ടൊക്കെ നേരത്തെ അടിച്ച് കഴിഞ്ഞു. എത്ര മണിയായിരുന്നു? 11 മണിയായപ്പം റൗണ്ടൊക്കെ അടിച്ച് ഫുള്ള് ചെക്ക് ചെയ്തു. വെയിറ്റ് ചെയ്തു. ഇനി അടുത്തുള്ള പറഞ്ഞ് ഇത് രാവിലെ മാത്രം ചെക്ക് ചെയ്യാമെന്ന്. പുറത്ത് ഭയങ്കര തണുപ്പുണ്ട്. സ്റ്റിൽ ഇവിടെ തന്നെ ഇരിക്കും. ശരി, കുറച്ച് കഴിയുമ്പോൾ ഫോണും കൊണ്ട് ചാർജ് ചെയ്തിട്ട് ഒന്നും കൂടി വന്നിരിക്കും. ഞാനായി 25 മിനിറ്റും കൂടെ ഉണ്ട്. ഒരു 10 മിനിറ്റ് ഇടയ്ക്ക് വിട്ട് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് മോർണിംഗ് നോക്കിയാ 7 o'clock. തണുപ്പായതുകൊണ്ട് എഴുതിയിട്ടില്ല. പിന്നെ നമ്മളെ ഓപ്പറേറ്റർ വന്നു, ഒമാനി ഓപ്പറേറ്റർ. ഈ പുള്ളിയാണ് വിത്ത് വാങ്ങിച്ചോണ്ട് വന്ന. വെള്ളം ഒഴിച്ച് തരും. 2 പേരുണ്ട്. പിന്നെ എനിക്ക് വരാൻ പുള്ളി ഒഴിക്കുന്നത്. രാവിലെ പുള്ളി പോവും. പള്ളിയും തേച്ചിട്ട് ചെടിക്കിനി വെള്ളം ഒഴിക്കണ്ട, പുള്ളി ഒഴിച്ചത്. ഈ തുണി നനച്ചിടുക, പിന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. പള്ളി തേച്ച് തീരാറായി. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കുന്ന പ്ലാന്. സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് മുട്ട, സവാള, മുളക് ഇത് വെച്ച് തന്നെ ഉണ്ടാകും. വീഡിയോ ഇപ്പോൾ എടുക്കാൻ സ്ഥലമില്ല. ഇനി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് നോക്കാം. ഫുഡ് ഉണ്ടാക്കി ഇനി ഇത് കഴിക്കുക. അത് തന്നെ പരിപാടി. ഫുഡും കഴിക്കുക, പിന്നെ ചായ കുടിക്കണമെന്നുണ്ട്. അതും ഉണ്ടാക്കി കുടിക്കും. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലും വിളിച്ചിട്ട് പോയി കിടന്നിറങ്ങുക. ചെടിക്ക് മറ്റേ സെക്യൂരിറ്റി പുള്ളി വെള്ളം ഒഴിച്ച്, അതുകൊണ്ട് ആ ജോലിയില്ല. പിന്നെ കുളിക്കാൻ പറ്റൂല, ഹീറ്ററില്ല. ഈ തണുപ്പിലൊക്കെ നമ്മൾ ചെന്ന് വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അസുഖം പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കിടക്കേണ്ടി വരും. മെനക്കെട്ട പരിപാടി. ഇത് മിണ്ടാതിരിക്കുക. ഓക്കെ, പിന്നെ തുണി മാത്രം കഴുകിയിടുക. അത് തന്നെ റെഡി. അടിപൊളി. ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ വേറെ ലെവല്. ടേസ്റ്റ് നോർമലി കോഫി പ്ലസ് ഷുഗറിന് വരെ ഇതാണ് ട്രൈ ചെയ്യുന്നത്. നമ്മളെ പേര് മറന്ന് ശർക്കര അത് തന്നെ. ശർക്കര പ്ലസ് ചെടീര ഫ്രാഗ്രൻസ് മണം സെറ്റാണ്. കോഫിയുടെ സ്ട്രോങ് എല്ലാം ഉണ്ട്. സൂര്യൻ പെട്ടെന്ന് ഹോട്ടായി എന്താ സെറ്റായി. സമയമായി. അപ്പോൾ ഗുഡ് നൈറ്റ്. കുറച്ച് നേരം കൂടി ഇരിക്കണം. കണ്ണിൻ്റെ ഒരു ഇത് മാറിയിട്ട് ഇറങ്ങണം. ഫുഡ് വയ്ക്കാൻ വെച്ച്
ഇതിനകത്ത് ഉണ്ടായി കഴിക്കുക, പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കുക, അങ്ങനെയൊക്കെ തന്നെ. വെയിലുണ്ട്, പക്ഷേ എന്ത് പറയാൻ, ഒരു തണുപ്പിൻ്റെ ഫീല്. കുറേ നേരം നിന്നാൽ മാത്രമേ ചൂട് കിട്ടുള്ളൂ ദേഹത്ത്. അങ്ങനത്തെ ഒരു പോയി റെഡി ആവണവരോ എടുത്തിരിക്കണം. അത് തന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കണം, അത് തന്നെ ഇനിയുള്ള പ്ലാൻ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞാൽ ചെടിക്ക് വെള്ളം ഒഴിച്ചിടണം. ഫുൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ചെടി വിത്തിട്ടിരിക്കുന്ന സൈഡ് ഇപ്പോൾ മാരിഗോൾഡിൻ്റെ വിത്തിട്ടിട്ടുണ്ട് കണ്ടാ, ഇതിലും ഇട്ടിട്ടുണ്ട്. പിന്നെ ഫുള്ള് വെള്ളം നനച്ച് കഴിയുകയും ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കണം. അത്രയാണ്. എന്നിട്ട് തണുപ്പ് എങ്ങനെയാണെന്ന് നോക്കി വെള്ളത്തിൻ്റെ അനുസരിച്ച് നോക്കി കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിക്കണം. ജലദോഷമൊക്കെ പിടിച്ച് പോണില്ല. ഏകദേശം ഡ്യൂട്ടിക്ക് ഇറങ്ങി അരമണിക്കൂറും കൂടി ഉണ്ട്. ഇനി പോവുക, തുണി നനച്ചിടുക. കുളിക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പാണ്. അപ്പോഴത്തേക്കും ഫോൺ ഒന്ന് ചാർജ് ചെയ്തിടുക. സമയം പെട്ടെന്ന് പോയായിരുന്നു, വിചാരിച്ചു പോലെ ഇല്ല, പെട്ടെന്ന് പോയി. ചുമ്മാ ഇരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് പോയി. അപ്പം ഫുഡും എല്ലാം എടുത്ത് വെച്ച് സെറ്റായി കുളിച്ചും കഴിഞ്ഞ് ഇനി 7 മണിയാകുമ്പോൾ ഡ്യൂട്ടിക്ക് കയറുക. ഇനി അടുത്ത് നേരെ കയറുക, ജോയിൻ ചെയ്യാൻ ഡ്യൂട്ടിയിൽ. അയ്യോ, വേറെ പരിപാടി എന്നാ, അതെന്നാ പരിപാടി. അവിടെ കയറുക, എല്ലാ റൗണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞ് ഇപ്പോഴത്തേക്കൊന്നും ചെയ്യില്ല. അവിടെ ചെന്ന് എല്ലാ സ്ഥലവും നോക്കേണ്ട, അത്രയൊക്കെ തന്നെ. ഇനി മോണിറ്റർ ചെക്ക് ചെയ്യണം, മോണിറ്ററിങ് ചെയ്യണം. ഇതും ചെക്ക് ചെയ്തിട്ടിരിക്കുക. ഒരു കോളും വരാറുണ്ട് ഒരു സൈറ്റിൻ്റെ, അത് ഇനിയിപ്പോൾ വരും, ഒരു 5-10 മിനിറ്റിനകത്ത് വരും. അതും കൂടി പറയുക, ഇരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിങ് എഴുതാറുണ്ട്. ഏകദേശം 15 മിനിറ്റും കൂടെ ഉള്ളൂ റീഡിങ് എടുക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് എടുക്കുക, എഴുതുക, പിന്നെ ഫുഡ് കഴിക്കാൻ പോവുക. പിന്നെ 11 മണി 10 മണിയാകുമ്പോൾ റൗണ്ട് അടിക്കുക, ചെക്ക് ചെയ്യുക. അത്രയും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.